വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ ചികിത്സയിൽ നമുക്ക് ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടിയ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പലരും മാറിപ്പോയിട്ടുള്ള രോഗമാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഒരിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു രോഗിയെ തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നു. 650 ഫാസ്റ്റിംഗ് ഒരു ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഒരു 100 യൂണിറ്റോളം ഇൻസുലിൻ എടുക്കുന്നുമുണ്ട്. ഈ രോഗിയെ വരട്ടെ എന്ന് ചോദിച്ചു വന്നു നോക്കുമ്പോൾ ഈ രോഗിയെ നടക്കാൻ സാധിക്കില്ല, താങ്ങിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ താങ്ങിക്കൊണ്ട് വന്ന് ഇയാൾ കിടപ്പ് രോഗിയാണ്, സ്ത്രീയാണ്, മെലിഞ്ഞിട്ടൊരു സ്ത്രീയാണ്. അങ്ങനെ വലിയ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയിൽ നമ്മുടെ കുഞ്ഞു മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഈ ഷുഗർ, ഈ 650 ഫാസ്റ്റിംഗ് 100 യൂണിറ്റ് എടുത്തിട്ടും കുറയാതിരുന്ന ഈ ഒരു ഷുഗർ ലെവൽ വളരെ പെട്ടെന്ന് താഴേക്ക് വരികയുണ്ടായി. നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാരണം നമുക്ക് ആരും ഇതുവരെ പറഞ്ഞു തരാത്ത ഒരു കാരണങ്ങളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശൂർ. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആദ്യമായിട്ട് നമുക്ക് 1-2 ടെസ്റ്റിമോണിയൽസ് ആണ് ഇവിടെ വന്ന് രോഗം മാറിയിട്ടുള്ളവരുടെ ടെസ്റ്റിമോണിയൽസ് നമുക്ക് ഒന്ന് കേൾക്കാം. അതിലാദ്യത്തെ ഒരു രണ്ട് കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ മാറിയ രോഗികളാണ്. ഇത് ഒരിക്കലും ഇവര് പ്രമേഹ ചികിത്സയ്ക്ക് ആയിരുന്നില്ല ഇവിടെ വന്നത്. ആദ്യത്തെ രോഗി വന്നത് അവരുടെ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടിയിട്ടാണ്. സംസാരിക്കുന്ന ഇടയിൽ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ പറഞ്ഞു ഹൈ ഡയബറ്റീസ് ആണ്, അതായത് ഒരു 400ഓളം ഒക്കെ വരും, നല്ല രീതിയിലേക്ക് ഫാസ്റ്റിംഗ് ഒക്കെ 400 ഒക്കെ വരുന്ന ഒരു ഡയബറ്റീസ് രോഗിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് താങ്കളുടെ ഫിസ്റ്റുലയുടെയും ഡയബറ്റീസിന്റെയും കാരണം ഒന്നാണ്. അതിനാൽ തന്നെ ഫിസ്റ്റുല ചികിത്സിക്കുമ്പോൾ ഡയബറ്റീസും മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആ രോഗി വരുന്നത്. ആ രോഗിയുടെ നമ്മൾ ഫിസ്റ്റുലയുടെ ചികിത്സ ചെയ്തു, 2-3 ആഴ്ച കൊണ്ട് ഫിസ്റ്റുല കംപ്ലീറ്റ് ഉണങ്ങി. അതോടൊപ്പം തന്നെ 400-ലൊക്കെ നിന്നിരുന്ന പ്രമേഹം ഒരു 100-120-ലേക്കൊക്കെ വന്നു. അവരൊരു ഷെയറിങ്ങിൽ വരും, നമ്മൾ കേൾക്കാം. ഒരു ഓണത്തിന്റെ സമയത്താണ് പായസം കഴിച്ച് വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ അത് 100-ലേക്കൊക്കെ ഒന്നുകൂടി താന്ന് ഒക്കെ ഉള്ളൊരു അനുഭവം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഈ ഒരു വ്യക്തിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇവരുടെ ഡൈജഷനാണ്. ഈ വ്യക്തിക്ക് ഹെവി ഇൻഡൈജഷനാണ്. കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കാതെ നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിക്ക് പ്രമേഹം ഉണ്ടായതും അതിന്റെ ഭാഗം തന്നെയാണ് ഇയാൾക്ക് ഫിസ്റ്റുല ഉണ്ടായതും. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇയാളുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒറ്റ കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ ഈ 2 രോഗത്തെയും നമ്മൾ വിചാരിക്കും ഇയാൾ എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പ്രമേഹത്തെയാണ് നമ്മൾ അതിനുപോലും ചികിത്സിക്കാതെ മറ്റൊരു രോഗത്തെ ചികിത്സിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ് പലപ്പോഴും പ്രമേഹം നമുക്ക് ചികിത്സിക്കാൻ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഷെയറിങ്ങിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ കൂടെയുള്ളത് അനീഷ് കുമാറാണ്, കണ്ണൂരിന്ന്. ആദ്യമായിട്ട് വരുന്നത് ഫിസ്റ്റുലയ്ക്ക് അല്ലെ, ഫിസ്റ്റുലയുടെ പ്രശ്നമായിരുന്നു അല്ലെ? ഫിസ്റ്റുലയുടെ എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഫിസ്റ്റുല എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു മലദ്വാരത്തിന്റെ അടുത്ത ഭാഗത്തായിട്ട് ഒരു പഴുപ്പുണ്ടായിരുന്നു. എനിക്കത് ഫിസ്റ്റുല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ണൂരിൽ ഒരു ഡോക്ടറെ കാണിച്ച സമയത്ത് അവിടെ നിന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം 1 മാസം കഴിഞ്ഞപ്പോ എനിക്ക് എന്താണെന്ന് എനിക്ക് ഫിസ്റ്റുല കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ വിട്ടുമാറാത്ത പനി വന്നു. ആ ഡോക്ടറെ കാണിച്ച സമയത്ത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നും കൂടി സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ ഫിസ്റ്റുലാണെന്ന് എന്നോട് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട്. പക്ഷെ ഞാൻ ഈ യൂട്യൂബിൽ സാറേ ഇത് വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വരുന്നത്. ഇവിടെ ഞാൻ 3 മാസത്തോളം മരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മരുന്ന് എടുത്തതിന്റെ ഗുണം വേറൊരു ഭാഗം കൂടി പറയാം. എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ ഇംഗ്ലീഷ് ആ ഗുളിക കഴിക്കുന്ന സമയത്ത് 250-280 വരെ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഫിസ്റ്റുലിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് എൻ്റെ ഷുഗർ ഇപ്പൊ 110 ആ റേഞ്ചിലാണ് പോകുന്നത്. ഞാൻ ഒരു ദിവസം 3 ഗ്ലാസ് പായസം കുടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തിട്ട് 110 എനിക്ക് ഷുഗർ ഉണ്ടായത്. ഓണത്തിന്റെ സമയത്ത് പിറ്റേന്ന് രാവിലെ 110 ഷുഗർ ഉണ്ടായത്. ഞാൻ ഇപ്പൊ ഷുഗർ നോർമലായിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ഷെയറിംഗ് ഒക്കെ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഒരു കാരണമാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഡൈജഷൻ. ഈ വ്യക്തിയിൽ ഈ ഒരു പ്രമേഹത്തിന് കാരണമായി തീർന്ന മെയിൻ ഭക്ഷണ രീതി എന്ന് പറയുന്നത് കപ്പലണ്ടി കഴിക്കുന്നു എന്നുള്ളതാണ്. കപ്പലണ്ടി വളരെയധികം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കപ്പലണ്ടി ഒഴിവാക്കി അല്ലെങ്കിൽ അത്ര ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയപ്പോൾ തന്നെ ഈ പ്രമേഹം ഗണ്യമായിട്ട് കുറഞ്ഞു. ഇനി അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി നമ്മുടെ ഷെയറിങ്ങിലേക്ക് പോകുമ്പോൾ ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചുമയാണ്. 6 മാസമായി ഉറങ്ങിയിട്ട് എന്നാണ് പറയുക.
ഇരുന്നേ ഉറങ്ങാൻ പറ്റും, കിടന്നാൽ തീരെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അസിഡിറ്റി കൂടിയിട്ടാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അസിഡിറ്റി കൊണ്ട് വന്നിട്ടുള്ളൊരു ചുമയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഷെയറിങ്ങിൽ കേൾക്കാം നമുക്ക്. ഫസ്റ്റ് ഡേ തന്നെ അസിഡിറ്റിയെ മാനേജ് ചെയ്യുന്ന മരുന്ന് കൊടുത്തപ്പോൾ ആ ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഗ്രേസി ഫ്രാൻസിസ് ചാലക്കുടി ചൗക്കയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ചുമ പിടിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പറ്റാതെ, എനിക്ക് ഒന്നിനും കഴിയാതെ ഞാനൊരു ഡോക്ടറെ കണ്ട് അലോപ്പതിയും ആയുർവേദം എല്ലാം കഴിച്ചതാണ്. എന്നിട്ടൊന്നും എനിക്കൊരു കുറവ് കിട്ടിയില്ല. ഞാനാണെങ്കിൽ ഈ സെറ്റിയിൽ പില്ലോ ഒക്കെ ചാരി വെച്ച് ഞാനിരുന്ന് ഉറങ്ങിയിരുന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കിടന്നാൽ ചുമയാണ്. അത്രയും കഷ്ടപ്പെട്ട അവസ്ഥയിൽ എൻ്റെ ഒരു സുഹൃത്ത് സോണി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരണത്. ഞാനിവിടെ വന്ന് സാറ് എനിക്ക് 2 തരം കഷായം തന്നു. ഞാനത് കഴിച്ചു. അന്നും തന്നെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ 1.5 മാസം ആവണേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ ചുമ എല്ലാം നന്നായിട്ട് മാറി. അതോടൊപ്പം തന്നെ എനിക്ക് 200ൻ്റെ മേലെ ഡയബറ്റിക് ആയിരുന്നത് എനിക്ക് 94 വരെ എത്തി. ഇപ്പോൾ 94നും 120നും ഇടയ്ക്കാണ് എൻ്റെ ഡയബറ്റിക് ഞാൻ നോക്കുമ്പം എനിക്ക് വരുന്നത്. അത്രയും വളരെ കുറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അസിഡിറ്റിയാണ്, അതിനുള്ള മെഡിസിൻ ചെല്ലുമ്പം തീർച്ചയായിട്ടും ഡയബറ്റിക് കുറയും, ഷുഗർ കുറയും, നോർമലാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഷുഗർ നോർമലായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും ഇപ്പോൾ എനിക്ക് വലിയ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ലാതെ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് എനിക്ക് ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രമേഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 അവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇൻഡൈജഷൻ ആയിരിക്കാം, ഒന്ന് അസിഡിറ്റി ആയിരിക്കാം. വളരെ കുറച്ച് പേർക്ക് ഇത് രണ്ടും മിക്സ് ആയിട്ട് വരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രമേഹ മരുന്ന് കഴിച്ച് പ്രമേഹത്തെ കുറയ്ക്കുന്നതിനേക്കാൾ ഭേദം നമ്മൾ ഇതിന്റെ കാരണം കണ്ടെത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിൽ പ്രമേഹം ഉണ്ടായത്, ഏത് ഭക്ഷണ രീതിയാണ് ഇവർക്ക് പ്രമേഹം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതിന് മുൻപത്തെ നമ്മുടെ മരിയൻ ആയുർവേദയുടെ എപ്പിസോഡിൽ വേറൊരു ലേഡിയുടെ ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ വന്നിട്ട് ഒരു ലേഡിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുമായിരുന്നു പണ്ട് ചോറുണ്ണാൻ പേടിയാണ്, ചോറുണ്ടാൽ ഷുഗർ കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ വ്യക്തിക്കും ഉണ്ടായത് അസിഡിറ്റി ആയിരുന്നു ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. അസിഡിറ്റി മാനേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രമേഹം കുറഞ്ഞു, ഡയബറ്റിക് ന്യൂറോപ്പതി മാറി. ഇവർ പറയുന്നത് നന്നായി ചോറുണ്ടെന്ന്. നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു ചോറിനെ കുറിച്ചൊരു ഭയം കയറിയിട്ടുണ്ട്, ചോറുണ്ടാൽ ഷുഗർ കൂടുമെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ വ്യക്തികൾ ഇപ്പം നമുക്ക് ഇവരിലെല്ലാം കോമൺ ആയിട്ട് കാണുന്നത് ഇവരെല്ലാം ഇപ്പോൾ പണ്ട് കഴിച്ചതിനേക്കാൾ, പ്രമേഹം ഹൈ ആയപ്പോൾ ഉണ്ടായതിനേക്കാൾ നന്നായി ചോറുണ്ണുന്നു, പായസം കഴിക്കുന്നു, മധുരം കഴിക്കുന്നു, എന്നിട്ടും ഇവരുടെ ഷുഗർ ലെവൽ കുറഞ്ഞു വരുന്നു. ബിക്കോസ് നമ്മുടെ ശരീരത്തിലെ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ശരിയായി കഴിയുമ്പോൾ അമിതമായിട്ടുള്ള ഷുഗർ ബ്ലഡിൽ വരാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭരിച്ച് വെക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാം ബ്ലഡിലേക്ക് പോകുമ്പോൾ ഈ മധുരം ബ്ലഡിലേക്ക് പോകുമ്പോഴാണത് ഷുഗർ ആയിട്ട് മാറുന്നതൊക്കെ, അല്ലെങ്കിൽ ഡയബറ്റീസ് ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസം, ഈ ഒരു മെറ്റബോളിക് എററിനെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഡയബറ്റീസിനെ നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പരിധി വരെ കുറേ പേർക്കെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റാം, കുറേ പേർക്കെങ്കിലും അതൊരു മാനേജബിൾ ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു 650 ഫാസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു വ്യക്തിയുടെ ഒരു കാര്യം. ആ ഒരു വ്യക്തിയുടെ അവസാനം നമ്മൾ ചെയ്യുമ്പോൾ ഈ 100 യൂണിറ്റ് ഇൻസുലിൻ എടുത്തിരുന്ന വ്യക്തിയെ നമ്മൾ 10 യൂണിറ്റിലേക്ക് എത്തിക്കുകയും അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100ലേക്ക് എത്തുകയും ചെയ്തു. 600-ൽ നിന്ന് 100ലേക്ക് എത്തി. അതേസമയം 10 യൂണിറ്റ് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരെയും പൂർണ്ണമായി മാറ്റാൻ പറ്റണമെന്നില്ല. അതേസമയം ഒരു 50 അല്ലെങ്കിൽ 70% വ്യക്തികളുടെയെങ്കിലും പ്രമേഹം നമുക്ക് ഇവരുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.